തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം. ഡയാലിസിസ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നൈറ്റ് ഡ്യൂട്ടിക്കിടയിലാണ് ആക്രമണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി. 12 hours ഡ്യൂട്ടി കഴിഞ്ഞ് 5:00-ക്കാണ് ഞങ്ങൾക്ക് കേസ് എല്ലാം കഴിയുന്നത്. അപ്പൊ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ യൂണിറ്റിന്റെ അകത്തുള്ള റെസ്റ്റിംഗ് റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് പോയി. അന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആരാന്നറിയത്തില്ല ഞങ്ങളെ കാലി വന്ന് വലിക്കുന്നത് കണ്ടിട്ട് അയാൾ വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ബഹളം വെക്കുന്നു, അയാൾ അവിടെ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ബഹളം വെച്ച് അയാൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ യൂണിറ്റിന്റെ അകത്തുണ്ടായിരുന്നു. ഞങ്ങളെ ബൈസ്റ്റാൻഡറാന്നും പറഞ്ഞ് ഞങ്ങള് പുറത്ത് നിൽക്കുന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരം അയാൾ കസേരയൊക്കെ എടുത്ത് ഞങ്ങൾ അടിക്കാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ റെസ്റ്റ് റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തിട്ട് ഞങ്ങള് ഡ്യൂട്ടി ടെക്നീഷ്യനെയും സിസ്റ്റർമാരെയും എല്ലാം വിളിച്ച് അവര് കോൾ എടുത്ത് അവർ പോയി ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അന്നേരം ഇയാൾ കത്രിക എടുത്തിട്ട് പുറത്തുള്ള ഡോറിൽ കൂടെ പോവാണ്ട് പുറകിലുള്ള ഒരു ഡോർ, അത് ഞങ്ങൾക്ക് പോലും ഇപ്പോഴും അറിയുന്ന അവിടെ ഒരു ഡോർ ഉണ്ടെന്നുള്ള കാര്യം. ആ ഡോറ് ആ പൂട്ട് പൊളിച്ച് അയാൾ അതിൽ കൂടെ ചാടാൻ നോക്കുക. എന്നിട്ട് പറയുക ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടപ്പോൾ എന്റെ മക്കൾ അതിൻ്റെ അകത്ത് കിടപ്പോൾ അവരെ ഇറക്കി വിടുന്നുള്ള രീതിക്ക്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, ആ സമയത്ത് അതിക്രമം കാണിച്ച ഈ അജ്ഞാതൻ ആര്? തീർച്ചയായും അതിൽ അല്പസമയം മുന്നെയാണ് ഞാൻ ആ കുട്ടികളുമായി സംസാരിച്ചത്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുക? അതും 4ാം വർഷ ഡയാലിസിസ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. അവർക്ക് ഈ ആശുപത്രിയുടെ അന്തരീക്ഷമോ അത്രയേറെ പരിചിതമല്ല, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സാഹചര്യം അത്ര പരിചിതമല്ലാത്ത വിദ്യാർത്ഥികളാണ്. അവർക്കാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്കിടെ ഒരു അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ആരാണ് ഈ അപരിചിതൻ? അത് കുട്ടികൾക്കും വ്യക്തതയില്ല. ആരാണ് ആക്രമിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അവർക്ക് ഇതുവരെ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ കയറുന്നു. അതുപോലെ തന്നെ ഈ വിശ്രമ മുറിയുടെ വാതിൽ തള്ളി തുറക്കുന്നു. അതിനുശേഷം ആദ്യം കാലിൽ കയറി പിടിക്കുന്നു. പിന്നീട് കത്രിക കൊണ്ടും കസേര കൊണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ വിദ്യാർത്ഥികൾ പരാതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നൈറ്റ് ഡ്യൂട്ടിയുടെ അവസാനം പുലർച്ചെയാകുമ്പോഴാണ് ഒരു അപരിചിതൻ വിശ്രമ മുറിയിലേക്ക് കയറി വരുന്നത്. അതിനുശേഷമാണ് ആദ്യം കാലിലാണ് കയറി. 4ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ കാലിൽ കയറി പിടിക്കുന്നു. ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ബഹളം ഉണ്ടാക്കുന്നു. പിന്നീടും പിന്തിരിയാൻ തയ്യാറാവാതിരുന്ന ഈ അപരിചിതൻ കത്രിക കൊണ്ടും കസേര കൊണ്ടും ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി. ആ പരാതി അവർ ഉടനടി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാതി ഇതുവരെ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. അതിൽ വിദ്യാർത്ഥികളെ അറിയിച്ചത് ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാം എന്നുള്ളൊരു കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയിരിക്കുന്ന പരാതിയിൽ തന്നെ പറയുന്നത്, അവർ ആദ്യം തന്നെ ഈ അപരിചിതൻ റൂമിലേക്ക് കയറി വരുന്നു. അതിനുശേഷം കാലിൽ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ബഹളം വയ്ക്കുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയില്ല എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ എത്തിയില്ല. കൂടാതെ അവിടെ CCTV ക്യാമറകളില്ല. പുറത്ത് മാത്രമാണ് CCTV ക്യാമറകൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് എത്രത്തോളം ഈ ആശുപത്രി ഡിപ്പാർട്ട്മെന്റിൽ, ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സുരക്ഷയുണ്ട് എന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അതിനുശേഷം ഈ കത്രിക കൊണ്ട് ആക്രമിക്കാൻ എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ബൈസ്റ്റാൻഡറും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരും എത്തിയാണ് വിദ്യാർത്ഥികളെ രക്ഷിച്ചത്. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോയതിനു ശേഷവും ഈ അപരിചിതൻ അവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാർ എത്തി പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു സംശയമായി പറയുന്നത്, തൊട്ടടുത്തുള്ള സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ രോഗിയാണോ ഇവിടത്തേക്ക് കയറി ചെന്ന് വിദ്യാർത്ഥികളെ ആക്രമിച്ചത്, ഒരു അതിക്രമത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം ഒരു സംശയമുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിൽ ഒരു പോലീസിലേക്ക് ഒരു തുടർ നടപടി ഇല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതീവ ഗൗരവമായിട്ടുള്ള. ശരി മേഘന, എന്തായാലും അസമയത്ത് ആശുപത്രിയിൽ ഈ അതിക്രമം നടത്തിയ അജ്ഞാതൻ ആര് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം കാണേണ്ടിയിരിക്കുന്നു. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.